വിവാദങ്ങൾക്ക് അന്ത്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് അവസരം ഒരുക്കാതെ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രന് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നു. MT രമേശിന്റെ പേര് വന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പേ വന്നതുമാണ്. അവസാനം എന്താ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുൻ രാജ്യസഭാ അംഗമാണ്, മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്. കേരളത്തിന്റെ തലസ്ഥാനം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനോട് മത്സരിച്ച് ഒരു 15,000 വോട്ടിനകത്തുള്ള വ്യത്യാസത്തിൽ പരാജയപ്പെട്ടുപോയ BJP സ്ഥാനാർത്ഥിയാണ്. എല്ലാത്തിനും ഉപരിയായി അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഉടമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് ബിസിനസ് രംഗത്തെ ബിസിനസ്സിൽ സാങ്കേതികമായി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് ബിസിനസ് രംഗത്ത് തിളങ്ങി നിന്ന ആളാണ്. BPLന്റെ ചെയർമാൻ. അവിടെ തുടങ്ങി ഇങ്ങോട്ട് ബിസിനസ് രംഗത്ത് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ടാവാം അദ്ദേഹത്തിന് ശതകോടീശൻ എന്നുള്ള പേര് എതിർ ചേരിക്കാർ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാർ ചാർത്തിക്കൊടുത്തത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പൊട്ടലുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം പ്രതീക്ഷിച്ചവരെയെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് യാതൊരുവിധ പൊട്ടലും ചീത്തലുമില്ലാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എല്ലാവരും സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും എന്ന് പറയുമ്പോഴത്തേന് BJPയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും, അത് നിലവിലെ പ്രസിഡന്റ് സുരേന്ദ്രനായാലും V മുരളീധരനായാലും MT രമേശ് ആയാലും ശോഭാ സുരേന്ദ്രനായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും അങ്ങനെ അറിയപ്പെടുന്ന എല്ലാ BJP നേതാക്കളും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി അംഗീകരിക്കുക മാത്രമല്ല BJP സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുത്തൻ ഉണർവുകൾ ഉണ്ടാകുമെന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും BJP സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതോടെ BJP ഒരു നല്ല കേഡർ പാർട്ടിയാണെന്ന് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. അതേസമയം മറിച്ച് കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നുവെങ്കിൽ പ്രസിഡന്റിനെ നിശ്ചയിച്ചതിന് ശേഷവും ഔദ്യോഗികമായി നിശ്ചയിച്ചതിന് ശേഷവും പൊട്ടലും ചീറ്റലുകളും രാജി വെപ്പുകളും അതുപോലുള്ള നിരവധി പ്രസ്താവനകളുമൊക്കെ വരുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് BJP തങ്ങളുടെ അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. യാതൊരുവിധ ആശങ്കയ്ക്കും ഇട നൽകാതെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും സർവത്മ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരെ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും BJP ആണ്. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ BJPയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ BJPയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അതിന്റെ അയൽവക്കത്ത് പോലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെല്ലാനാകില്ല.
ആ സ്ഥിതി നിലനിൽക്കെ എന്തിനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പാസാക്കുന്നത്, തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത്? കോൺഗ്രസ് പറഞ്ഞതാവട്ടെ, മറ്റ് പാർട്ടികൾ പറഞ്ഞതാവട്ടെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാണേണ്ടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി, മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന EP ജയരാജൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നിയമനത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ചും CPIM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് BJPയുടെ അധ്യക്ഷരെ തിരഞ്ഞെടുത്തതിൽ അഭിപ്രായം പറയാനുണ്ടായ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഇവിടെ എന്താണുള്ളത്? ഇവിടെയാണ് വൈദേഹം റെസ്റ്റോറന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്നങ്ങ് തള്ളിക്കളയാൻ ആവില്ല എന്ന വസ്തുത അടിവരയിട്ട് പറയേണ്ടി വരുന്നു. ഒരിക്കൽ പോലും, ഇതിനു മുമ്പൊരിക്കൽ പോലും CPM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയെ തിരഞ്ഞെടുക്കുന്നതിന്, അല്ലെങ്കിൽ നേതൃത്വത്തെ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ അഭിപ്രായം പറഞ്ഞ ചരിത്രമില്ല. അതിവിടെ എന്തുകൊണ്ട് സംഭവിച്ചു? നാവിന്റെ പിഴവാണോ? അതല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതാണോ? അതല്ലെങ്കിൽ ബോധപൂർവം പറഞ്ഞതാണോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ചകളിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വരുമായിരിക്കാം. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ഈ BJPയുടെ പുതിയ അധ്യക്ഷനെ കുറിച്ച്, ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പൂർവകാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെ ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന പേരിലുള്ളവരും അതുപോലെ തന്നെ BJP അനുഭാവികൾ എന്ന പേരിലുമൊക്കെ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നവർ BJPയുടെ ആഭ്യന്തര കാര്യമായ അവരുടെ നേതാവിനെ, അവരുടെ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതായി എന്താണ് ഓരോരുത്തർക്കും ഇത്രയധികം ആവേശം നൽകാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് മറ്റു പലരും സംശയിക്കുന്ന പോലെ എന്തെങ്കിലും അടിയൊഴുക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നത്. എന്തായാലും മറ്റാരും എന്തൊക്കെ പറഞ്ഞാലും CPIMനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ പ്രത്യേകിച്ചും അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. അത് അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടി ഘടകം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പാർട്ടി ഘടകം അത് വിലയിരുത്തുമെന്നും അത് അതിൻ്റെ രീതിയിൽ തന്നെ വിമർശനപരമായി വിലയിരുത്തുമെന്നും ഈ അവസരത്തിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രാധിപരുടെ പ്രതികരണം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.